സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റവും അധികം സാധ്യതയുള്ള മണ്ഡലമായി പരിഗണിക്കപ്പെടുന്നതാണ് നേമം. കാരണം 2016 ബി.ജെ.പി ജയിച്ച സീറ്റാണ് നേമം. പക്ഷേ CPM അവകാശപ്പെടുന്നത് ഞങ്ങൾ ആ പൂട്ടിച്ച ആ അക്കൗണ്ട് ഞങ്ങൾ തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് CPM പറയുന്നത്. ബി.ജെ.പി ജയിച്ച 2016 തൊട്ട് മുമ്പ് 2011 തെരഞ്ഞെടുപ്പിലും അന്ന് 2016 ജയിച്ച രാജഗോപാൽ തന്നെയായിരുന്നു ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലങ്ങളായിട്ട് നേമത്ത് അവരുടെ ശക്തി അവർ കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവിടെ ക്ഷീണം സംഭവിച്ചിരുന്നത് UDF-നാണ്. 15,000 താഴെ വോട്ടുകളും 20,000 താഴെ വോട്ടുകളൊക്കെ ആയിട്ടാണ് UDF താഴേക്ക് പോയത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്ന സമയത്ത്, ശിവൻകുട്ടി ജയിക്കുന്ന സമയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി 35,000-ലധികം 40,000-ലും താഴെ വോട്ട് പിടിക്കാൻ മുരളീധരന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ചെറിയ തോതിൽ മുസ്ലിം വോട്ടും അതേ സമയത്ത് ബി.ജെ.പി കിട്ടുന്ന നല്ലൊരു ശതമാനം ഹൈന്ദവ വോട്ടുകളും സമാഹരിക്കാൻ മുരളീധരന് കഴിഞ്ഞു എന്നുള്ളതാണ് ബി.ജെ.പിയുടെ പരാജയത്തിന്റെ കാരണം. LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2016 വോട്ട് കുറഞ്ഞെങ്കിലും അവർ നേമത്ത് അവർ തിരിച്ചു പിടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയും ഏതാണ്ട് സംസ്ഥാനത്തൊട്ടാകെ ന്യൂനപക്ഷങ്ങളൊക്കെ UDF-ന്റെ കൂടെയാണെങ്കിൽ നേമത്ത് സാധാരണഗതിയിൽ ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ LDF-നെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ബി.ജെ.പിയെ പരാജയപ്പെടുത്താനുള്ള സംഘടിതമായ ശ്രമം, ബി.ജെ.പി ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലം എന്നതുകൊണ്ട് തന്നെ സംഘടിതമായ ശ്രമം നേമത്ത് നടക്കും. നേമത്തിന്റെ ബി.ജെ.പിയുടെ സാധ്യതകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ K. ജയപ്രസാദാണ്. നമസ്തേ. കേരളത്തിൽ ബി.ജെ.പിക്ക് ഏറ്റവും അധികം സാധ്യതയുള്ള നേമത്ത് എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഒരു വിജയ സാധ്യത എത്രത്തോളം ഉണ്ട്? കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കുന്ന തരത്തിൽ നമുക്കൊരു സാമ്പിൾ സ്റ്റഡി ആയിട്ട് എടുക്കാവുന്ന ഒരു മണ്ഡലമാണ് നേമം. അപ്പം ബി.ജെ.പിയുടെ ഗ്രാജുവൽ ആയിട്ടുള്ള വളർച്ചയും സമാന്തരമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ തളർച്ചയും അതിന്റെ രണ്ടാം പാദത്തിൽ വരുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന്റെ തളർച്ചയും നമുക്ക് നേമം നമ്മൾ വായിച്ചെടുക്കാൻ കഴിയും. നേമത്തെ വോട്ടർമാരുടെ അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 100% വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് നേമം. കാരണം നേമത്തിൽ ബി.ജെ.പിക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ 2011 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇപ്പൊ 2011 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അവിടെ 43,661 വോട്ട്, അതായത് 31.96% വോട്ട് ബി.ജെ.പിക്ക് ലഭിക്കുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പിലെ CPM-ന് ലഭിച്ചത് 50,176 വോട്ട്, അതായത് 42.9% വോട്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ജനതാദൾ എസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ ചാരുപാറ രവി അദ്ദേഹമാണെന്ന് മത്സരിച്ചത്. നേമം ഒരു കാലഘട്ടത്തിൽ K. കരുണാകരൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. പക്ഷെ അന്നത്തെ നിയമവും ഇന്നത്തെ ചെറിയ വ്യത്യാസമേ വന്നു. ഇന്നത്തെ നിയമം ഏതാണ്ട് കൂടുതലും തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലമാണ് ഇപ്പോഴത്തെ നിയമം. അന്നത്തെ നിയമത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് എന്നാലും കാട്ടാക്കടയിലേക്കൊക്കെയാണ്. അല്ലല്ല, എന്നാലും ഏതാണ്ട് വലിയ വ്യത്യാസമില്ല. ഏതാണ്ട് ഒരേ തരത്തിലുള്ള ഒരു ഡെമോഗ്രാഫിക് നേച്ചറാണ്. കാസ്റ്റ്, കമ്മ്യൂണൽ ഘടകങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. അന്ന് കോൺഗ്രസിന് ഏതാണ്ട് 20,242 വോട്ട്, 17% കോൺഗ്രസ് താഴുകയുണ്ടായി. പിന്നീട് നമ്മൾ കാണേണ്ടത് കോൺഗ്രസ് ഒരിക്കലും നേമം നിയോജക മണ്ഡലത്തില് കോൺഗ്രസ് നയിക്കുന്ന UDF ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ബി.ജെ.പിയുടെ വോട്ട് 67,813 ഉയർന്നു. അതായത് 47.46% വോട്ടായിട്ട് ബി.ജെ.പിക്ക് ഉയർന്നു. അന്ന് ഇടതുപക്ഷത്തിന് 59,000 വോട്ടാണ് ലഭിക്കുന്നത്. കോൺഗ്രസിന്റെ ജനതാദൾ യുണൈറ്റഡ് ആയിരുന്നു അന്ന് സുരേന്ദ്രൻ പിള്ള. അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് 13,860 വോട്ടായിരുന്നു. അപ്പം കോൺഗ്രസ് വളരെ ദയനീയമായിട്ട് 3-ാം സ്ഥാനത്തേക്ക്, അതായത് 9.7% നേമത്ത് 2016 UDF, കോൺഗ്രസ് മാത്രമല്ല UDF-ന്റെ വോട്ടിങ് 10% താഴേക്ക് ഒരു മണ്ഡലത്തിലേക്ക് 2016 വരികയുണ്ടായി. അപ്പൊ 2021 തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ബി.ജെ.പിയുടെ വോട്ട് 35.5%, അതായത് 51,888 വോട്ടും
അതിൽ LDFന് 55,000, അതായത് LDFും UDFും തമ്മിൽ ഏതാണ്ട് LDFും BJPയും തമ്മിൽ ഏതാണ്ട് 4,000 വോട്ടിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ശിവൻകുട്ടിയായിരുന്നു കാൻഡിഡേറ്റ്. അങ്ങനെ 55,837 വോട്ടിൽ ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു. പക്ഷെ അന്ന് K മുരളീധരൻ, ഇപ്പം കരുണാകരന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് K മുരളീധരൻ വന്ന് BJPയെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മത്സരിച്ച് അദ്ദേഹം ഒരു പരിധിവരെ ലക്ഷ്യം നേടിയെന്ന് പറയാം. അദ്ദേഹം 35,524 വോട്ട്, അതായത് 36,524 വോട്ട്, 25.1% വോട്ട് ലഭിക്കുകയുണ്ടായി. അതാണ് കോൺഗ്രസിന്റെ അടുത്ത കാലത്ത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും ഹയസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞാൽ 25.1%. ഇടതുപക്ഷത്തിന്റെ 38, BJPയുടെ 35,000 2021. ശബരിനാഥൻ ആ സ്ട്രൈക്ക് റേറ്റ്, അതായത് 4-1 വോട്ട് നേടുക. ഇല്ല, ഇതില് ശബരിനാഥ് ഞാൻ വിചാരിക്കുന്ന ശബരിനാഥ് ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാരുപാറ രവിയും അല്ലെങ്കിൽ നമ്മുടെ സുരേന്ദ്രൻ പിള്ളയ്ക്കും കിട്ടിയ വോട്ടിന്റെ ഇടയ്ക്കുള്ള ഒരു വോട്ടായിരിക്കും ശബരിനാഥിന് പോകുക. കാരണം കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടും നേമത്തെ വോട്ടേഴ്സിന്റെ ഇടയിലും കോൺഗ്രസ് വളരെയധികം ദുർബലമായി കഴിഞ്ഞിരുന്നു. മാത്രമല്ല 20-ൽ താഴെ പോകുന്നതാണ് പറയുന്നത്. അതെ, കാരണം ഈ ഇന്നത്തെ ഈ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റിൽ കോൺഗ്രസ് ഒന്നുമല്ലാതെ ആയി മാറി. UDF നേമം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDF ഒരു സീരിയസ് ആക്ടർ അല്ല. നമ്മൾ സാധാരണ ഒരു വിന്നബിലിറ്റി എന്ന് പറയും. അപ്പൊ വിന്നബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 30% വോട്ടെങ്കിലും കോൺഗ്രസിന് നിലനിർത്താൻ കഴിഞ്ഞത്. കോൺഗ്രസ് എന്ന് ഞാൻ ഉദ്ദേശിച്ച UDFന് 30% വോട്ടെങ്കിലും ഒരു മണ്ഡലത്തിൽ നിലനിർത്താൻ കഴിഞ്ഞാലേ ഏത് പാർട്ടിയാണെങ്കിലും അതിന്റെ വിന്നബിൾ ആണെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പം BJP വിന്നബിൾ ആണെന്ന് പറയാൻ കാരണം BJP 2011 മുതൽ 30% മുകളിലാണ് BJPയുടെ വോട്ട് ഷെയർ. അപ്പം കോൺഗ്രസ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാല് 17% 2016-ലും 21-ലെ അത് 9.7%. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് ഒരു വലിയൊരു ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യതയില്ല. കാരണം മുരളീധരനെ പോലുള്ള ഒരാൾ മത്സരിച്ചപ്പോൾ ഒരു ടെസ്റ്റ് കേസായിരുന്നു. മുരളീധരൻ ഒരുപക്ഷെ കുറച്ചുകൂടി ഉയർന്ന വോട്ട് ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് കോൺഗ്രസിന് UDFിന് ഒരു പ്രതീക്ഷ പറയാൻ പറ്റും. അപ്പം നിയമമണ്ഡലത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ദുർഭരണത്തിന്റെയും അഴിമതിയുടെയും എല്ലാം അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായ വികാരം, ആന്റി ഇൻകംബൻസി ഫാക്ടർ, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും ബെനിഫിഷ്യറി തിരുവനന്തപുരത്ത് പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള BJPക്കായിരിക്കും ഉണ്ടാകുക. കാരണം തിരുവനന്തപുരത്തെ ജനങ്ങൾ വീണ്ടും ആ ഗവൺമെന്റിന് വോട്ട് ചെയ്യില്ല. നേമത്തെ ജനങ്ങൾ, ആ വോട്ടേഴ്സ് വീണ്ടും ആ ഗവൺമെന്റിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യില്ല. മാത്രമല്ല ശിവൻകുട്ടി എന്നുള്ള മിനിസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള തലത്തിൽ എത്രമാത്രം വിജയകരമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നേമം നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാധ്യതകൾ വളരെ വലുതാണ്. അതിൽ ഏറ്റവും പ്രധാന ഘടകം, ഞാൻ എക്സ്പെക്ട് ചെയ്തത് BJPയെ തോൽപ്പിക്കാനായിട്ട് ഇത്തവണ കോൺഗ്രസ് ഒരു ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഘടകകക്ഷികളിൽ നിന്ന് തിരിച്ചെടുത്ത മണ്ഡലമാണ് 2021 BJPയെ തോൽപ്പിക്കാനായിട്ട്. അപ്പൊ ഇത്തവണ ശബരിനാഥ് ഒരു വളരെ യങ് ആയിട്ടുള്ള വളരെ തിരുവനന്തപുരത്തെ ഒരു കൗൺസിലറാണ്. പക്ഷേ നേമം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അതും BJPയുടെ കരുത്തനായ സംസ്ഥാന പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലവും ഒക്കെ രാഷ്ട്രീയ പശ്ചാത്തലവും അതൊക്കെ നോക്കുമ്പോൾ, മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നുകൊണ്ട് നേമത്ത് ഏറ്റവും ഹയസ്റ്റ് വോട്ട് ലഭിച്ചത്, അതായത് 61,227 വോട്ടാണ് രാജീവ് ചന്ദ്രശേഖരന് ലോകസഭയിൽ ഈ നേമം നിയോജക മണ്ഡലത്തിൽ 2024 ലഭിച്ചത്. അപ്പം അവിടെ ശശി തരൂരിന് ലഭിച്ചത് 39,101 വോട്ടാണ്. ഇവിടെ നമ്മൾ കോൺഗ്രസിന് ഭാവിയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ ഒരു അസസ്മെന്റ് അല്ല, മറിച്ച് ശശി തരൂരിനെ പോലെയുള്ള ഒരു വ്യക്തി ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ പോലും ശശി തരൂരിന് ലഭിച്ചത് കേവലം 29% വോട്ടും 39,101 വോട്ടുമാണ് അദ്ദേഹം ലഭിക്കുന്ന വോട്ടും. അതായത് മുരളീധരനിൽ നിന്നൊരു ചെറിയൊരു വേരിയേഷനെ ശശി തരൂരിന് പോലും ലഭിച്ചുള്ളൂ. അപ്പം നമ്മൾ 39,000 വോട്ട് ശശി തരൂരിന് കിട്ടുന്ന നിയമത്തിൽ BJPയുടെ രാജീവ് ചന്ദ്രശേഖരന് 61,227 വോട്ട് ലഭിച്ചത്. അപ്പൊ അത്രയും വേരിയേഷൻ ഉണ്ട്. ഇനി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞാലും നിയമത്തിലെ അതാണ് 3 വാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാർഡിലും BJP ആണ് ജയിച്ചത്. 22-ൽ 17 മണ്ഡലങ്ങൾ വാർഡുകളില്ലേ. അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ലോകസഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും BJPയുടെ പ്രകടനം വളരെ മെച്ചമായിരുന്നു. അപ്പം മാത്രമല്ല ഗവൺമെന്റിനെതിരായിട്ടുള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും
നേമം നിയോജക മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കും. ഇവിടെ ന്യൂനപക്ഷ കേന്ദ്രീകരണം കൊണ്ട് ഇടതുപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസ് ദുർബലമായ അവസരത്തിൽ 2011 മുതൽ നേമം നിയോജക മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തേക്കാണ് പോകുന്നത്. കാരണം കോൺഗ്രസ് ഒരു പ്രതീക്ഷ ഇല്ലാത്ത തരത്തിലേക്ക് മാറിയ സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടായത്. 2016-ലും 2021-ലും അഖില കേരള അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങൾ നല്ലൊരു ശതമാനം LDF തന്നെയാണ് വോട്ട് ചെയ്തത്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്ക് കേരളത്തിലെ പൊതു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ 2016-ലും 2021-ലും ന്യൂനപക്ഷങ്ങൾ, വിശേഷിച്ച് മുസ്ലിം ന്യൂനപക്ഷ സമൂഹം പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തോടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നത്. ലോകസഭയിൽ അത് കോൺഗ്രസിന് അനുകൂലമായിരുന്നെങ്കിൽ പോലും. പക്ഷെ നിയമത്തെ സംബന്ധിച്ച് അതിനു മുമ്പ് തന്നെ 2011-ലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ശ്രീ ചാഴിവാറ രവി ഇവിടെ മത്സരിക്കുന്ന സമയത്ത് പോലും ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്കാണ് ലഭിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് ഇടതുപക്ഷത്തിന് ലഭിക്കാവുന്ന ഹയസ്റ്റ് വോട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അവർ നേടിയ 55,000 വോട്ടാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ശ്രീ ശിവൻകുട്ടി 2016-ൽ ജയിക്കുമ്പോൾ 59,142 വോട്ട് ലഭിച്ചിരുന്നു. അതായത് 41.39% വോട്ട് നേടിയാണ് ശിവൻകുട്ടി 2016-ൽ ജയിക്കുന്നത്. അതേ ശിവൻകുട്ടി 2021-ൽ ജയിക്കുമ്പോൾ അത് 38% വോട്ടായി കുറയുകയും 50,837 വോട്ടായിട്ട് അത് താഴുകയും ചെയ്തു. കാരണം ന്യൂനപക്ഷ വോട്ടിൽ കുറെ വ്യത്യാസം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ മുരളീധരന്റെ ഇമ്പാക്ട് BJP കാൻഡിഡേറ്റിലും ഉണ്ടായി, BJPയുടെ വോട്ടുകളിലും ഉണ്ടായി, ഇടതുപക്ഷ വോട്ടിലും ഉണ്ടായി. അപ്പം അതായത് 41-ൽ നിന്നും 38% വോട്ട് കുറയുകയാണ് ശിവൻകുട്ടിക്ക് ഉണ്ടായത്. പക്ഷെ ഇവിടുത്തെ ത്രികോണ മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ വിജയിച്ചു വന്നേ ഉള്ളൂ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതൊക്കെ ഇതിനെല്ലാം ഉള്ളൊരു ഒരു വിധിയെഴുത്തായിരിക്കും വരിക. അതുകൊണ്ട് നേമത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ന് നേമത്തുണ്ട്. അതുപോലെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഈ മണ്ഡലത്തില് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 61,227 വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സുപരിചിതനാണ്. അന്ന് മുതൽ അദ്ദേഹം 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് BJPക്ക് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയ വോട്ട് പൂർണ്ണമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, 2021-ൽ BJPക്ക് ലഭിച്ചത് 51,888 വോട്ടാണ്. 2019 ലോക്സഭയിൽ അത് 58,513 വോട്ടായിരുന്നു. അതായത് 41% വോട്ടാണ് 2019 ലോക്സഭയിൽ ലഭിക്കുന്നതെങ്കിൽ അസംബ്ലി ഇലക്ഷനിൽ അത് 35.5% കുറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് മുരളീധരൻ ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിരുന്നു. അതായത് BJPക്ക് ലഭിച്ചിരുന്ന കോൺഗ്രസ് വോട്ടുകൾ, മുമ്പ് കോൺഗ്രസിന് ലഭിച്ചിരുന്ന, കോൺഗ്രസിൽ നിന്നിരുന്ന BJPക്ക് പിൽക്കാലത്ത് വോട്ട് ചെയ്ത വിഭാഗങ്ങളിൽ ഒരു ചെറിയ ന്യൂനപക്ഷം വീണ്ടും മുരളീധരനിലേക്ക് പോവുകയുണ്ടായി. അപ്പൊ അവിടെയും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ലക്ഷ്യം ആ ഒരു തുടർച്ച ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. അല്ല, ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വേറൊരു വിഷയമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ അസസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി ഉണ്ട്. ഒരു മണ്ഡലത്തിൽ ലോകസഭയില് BJPയുടെ വോട്ട് പെർസെന്റേജ് കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് 42.1% ആയിരുന്നു 2014-ൽ. അത് 2019-ൽ അത് 41.4%, 2024-ൽ അത് 45.8% മാറി. അപ്പൊ ഇതൊരു സ്റ്റേബിൾ വോട്ടാണ്. ഇത് നമ്മൾ ലോകസഭയിലാണ്. ഇനി നിയമസഭയിൽ വരുമ്പോൾ BJPയുടെ വോട്ടില് നമുക്ക് 2011 മുതൽ നോക്കൂ, 31.9% 2011-ലും, 2014-ൽ 47.46%, 2021-ൽ 35.5% വന്നു. അപ്പൊ ഇതൊരു സ്റ്റേബിൾ വോട്ട് ബാങ്ക് BJPക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് കഴിഞ്ഞ 10 വർഷത്തെ ആന്റി ഇൻകംബൻസി ഫാക്ടർ. ഇനി കോൺഗ്രസ് ഉന്നയിക്കുന്ന CPM-നെതിരായ ആരോപണങ്ങളുണ്ടല്ലോ, ഈ ഭരണത്തിന്റെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ എല്ലാം ബെനിഫിഷ്യറി ഈ മണ്ഡലത്തിലെ UDF ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പിണറായി സർക്കാരിനെതിരായ 10 വർഷത്തെ ജനവിരുദ്ധ നയങ്ങൾക്ക്, അഴിമതിക്കെതിരായ വോട്ടും നിയമമണ്ഡലത്തിൽ എന്തായാലും കോൺഗ്രസിനെ ലഭിക്കാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസിന്റെ അവസ്ഥ, മുരളീധരന് പോലും കോൺഗ്രസിനെ 25% ഉയർത്താൻ കഴിഞ്ഞതുകൊണ്ട് ശബരിനാഥ് നിൽക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും
അങ്ങനെ ഒരു ഇതില്ല. മാത്രമല്ല ഇപ്പം നമ്മൾ ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ നമ്മൾ പറയേണ്ടത് ശരിയായ ഡീല് നേമത്താണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു ശക്തനായ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ നിർത്തി വേണം നേമത്ത് മത്സരിക്കേണ്ടിയിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇതിപ്പോ വളരെ ഈസി ആയിട്ട് നിയമം മണ്ഡലത്തിൽ സാധാരണ ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിണറായി വിജയനെ അനുകൂലിക്കുന്നതും എതിർക്കുന്നതിലും നിയമമണ്ഡലത്തിലെ 2 കാൻഡിഡേറ്റ് ആണ് വരുന്നത്. അത് രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ ശിവൻകുട്ടിയുമായിരിക്കും. അപ്പൊ ശിവൻകുട്ടി നമുക്കറിയില്ല, ഈ മുങ്ങുന്ന ഒരു ഭരണകൂടത്തിന്റെയും ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെയും പ്രതിനിധിയായിട്ടാണ് ശിവൻകുട്ടി നിൽക്കുന്നത്. അതിന് അപ്പുറത്ത് വികസന രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഈ മണ്ഡലത്തിൽ പുതുമുഖമല്ല. അദ്ദേഹം കഴിഞ്ഞ 2024 താമര ചിഹ്നത്തിൽ 61,227 വോട്ട് ഈ മണ്ഡലത്തിൽ നിന്ന് വാങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അഷ്വർ ചെയ്യുന്നു BJPക്ക് 100% വിജയിക്കാൻ കഴിയും. മറ്റു ഒരു തരത്തിലുമുള്ള അടിയൊഴുക്കുകളും നിയമ നിയോജക മണ്ഡലത്തിൽ ബാധിക്കില്ല.